കൂത്തുപറമ്പ് സമര പോരാളി പുതുക്കുടി പുഷ്പന്റെ ഒന്നാം രക്തസാക്ഷിത്വ ദിനം സെപ്റ്റംബർ 28-ന് ചൊക്ലി മേനപ്പുറത്ത് ആചരിക്കും. ദിനാചരണത്തോടനുബന്ധിച്ച് യുവജന പ്രകടനം ഉൾപ്പെടെ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം നോർത്ത് മേനപ്പുറം പുഷ്പൻ സ്മൃതി മണ്ഡപത്തിന് സമീപം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നടപ്പിലാക്കാനുള്ള തീരുമാനമുണ്ടായി. ഒരു കാരണവശാലും കേരളത്തിലെ പുരോഗമന മനസ്സ് അതിനോട് യോജിക്കുന്ന നിലയുണ്ടായില്ല. മാത്രമല്ല, പൊതുവിൽ ആ ഘട്ടത്തിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യവൽക്കരണത്തിന്റെ കച്ചവടവൽക്കരണത്തിൻ്റെതായ ചില നയങ്ങളും പ്രഖ്യാപിക്കപ്പെടുകയുണ്ടായി. ഈ അടിസ്ഥാനത്തിലാണ് അഴിമതിക്കും വിദ്യാഭ്യാസ കച്ചവടത്തിനും എതിരായിട്ടുള്ള പോരാട്ടം ആ കാലയളവിൽ കേരളത്തിൽ ശക്തി ആർജിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായിരുന്നു പരിയാരം മെഡിക്കൽ കോളേജ് ആയി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ അഴിമതി. ഈ അഴിമതിക്ക് നേതൃത്വം നൽകുന്ന ഒരാളെന്ന നിലയിലാണ് അന്നത്തെ മന്ത്രിസഭയിലെ മന്ത്രിയായിട്ടുള്ള ശ്രീ MV രാഘവന്റെ നേരെ കരിങ്കൊടി വീശി പ്രതിഷേധിക്കാനുള്ള തീരുമാനം DYFI കണ്ണൂർ ജില്ലാ കമ്മിറ്റി കൈക്കൊണ്ടിട്ടുള്ളത്. DYFI പാനൂർ ബ്ലോക്ക് പ്രസിഡന്റ് NK റൂബിൻ അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PM അഖിൽ, K. അനുശ്രീ, CPM പാനൂർ ഏരിയ സെക്രട്ടറി KE കുഞ്ഞബ്ദുള്ള, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ VK രാകേഷ്, V. ഉദയൻ, N. അനൂപ്, മേനപ്പുറം ലോക്കൽ സെക്രട്ടറി T. ജയേഷ്, ചൊക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് CK രമ്യ എന്നിവർ സംസാരിച്ചു. DYFI പാനൂർ ബ്ലോക്ക് സെക്രട്ടറി കിരൺ കരുണാകരൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ചെണ്ടയാട് MG കോളേജ് ചെയർമാൻ സൂര്യനന്ദ് NM, ജനറൽ സെക്രട്ടറി അഞ്ചൽ N, UUC ഗോകുൽ N, നിർമ്മലഗിരി അക്കാദമി നിയുക്ത ശ്രീജിത്ത് എന്നിവരെ P. ഹരീന്ദ്രൻ അനുമോദിച്ചു. ഭാരവാഹികളായി ചെയർമാൻ T. ജയേഷ്, കൺവീനർ കിരൺ കരുണാകരൻ, ട്രഷറർ V. ഉദയൻ എന്നിവരെ തെരഞ്ഞെടുത്തു. പോരാളികളുടെ ആകെ ആവേശമായി മാറിയിട്ടുള്ള സ്കൗട്ട് പുഷ്പന്റെ ഒന്നാമത് രക്തസാക്ഷി വാർഷിക ദിനത്തിലാണ് സെപ്റ്റംബർ 28-ാം തീയതി സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുന്നു. DYFIയുടെ പ്രവർത്തകർ അവിടെ എത്തിച്ചേരുകയും സമാധാനപരമായിട്ടുള്ള ഒരു പ്രതിഷേധ സമരത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. എന്നാൽ ആ സമരത്തിന് ചോരയിൽ മുക്കിക്കൊല്ലാം എന്ന ധാരണയിൽ മന്ത്രി MV രാഘവന്റെ നിർദ്ദേശപ്രകാരം UDFന്റെ പോലീസ് ഭീകരമായി മർദ്ദിച്ച് ആ സമരത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമം. കഴിഞ്ഞ 30 വർഷക്കാലം, കഴിഞ്ഞ സെപ്റ്റംബർ മാസം 28 വരെ നമ്മളോടൊപ്പം ജീവിച്ച ധീരനായ ഒരു പോരാളിയായിരുന്നു സഖാവ് പുഷ്പാട്ടൻ. സഖാവ് ജീവിച്ചിരുന്ന കാലയളവിൽ DYFI പ്രവർത്തകർക്ക് എന്നുള്ളതല്ല, വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവർക്കെല്ലാം തന്നെ ആവേശം നുകരുന്ന അനുഭവങ്ങളാണ് പങ്കുവഹിച്ചിട്ടുള്ളത്. ആ കൂത്തുപറമ്പ് സമരത്തിൽ പങ്കെടുത്ത് വെടിയേറ്റ് ജീവിക്കുന്ന രക്തസാക്ഷിയായിട്ട് നമ്മുടെ മുമ്പിൽ കൂത്തുപറമ്പ് സമരത്തെ അടയാളപ്പെടുത്തിയിട്ടുള്ള സഖാവ് പുഷ്പേട്ടൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ടിപ്പോൾ ഒരു വർഷം പൂർത്തി. സമഗ്ര ന്യൂസ് പാനൂർ.